എല്ലാവർക്കും കോംബോ ക്യാപ്സൂളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇന്ന് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചിട്ടാണ്. ചിക്കൻ കേക്ക് അല്ലെങ്കിൽ ഇറാനി പോള. ഈവനിങ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാനും അതുപോലെ തന്നെ കഴിക്കാനും പറ്റിയ നല്ല അടിപൊളി ഡിഷാണിത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വീട്ടിൽ ചിക്കൻ ഉണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ചിക്കൻ നേരത്തെ തന്നെ മസാലയൊക്കെ പുരട്ടി വറുത്ത് ഇതുപോലെ ചെറിയ പീസസ് ആക്കി വെച്ചതാണ്. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ക്യാരറ്റ് ചോപ്പ് ചെയ്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് ക്യാരറ്റ് ഉണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ ക്യാരറ്റ് പകുതി ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവോള അരിഞ്ഞതാണിത്. ഇനി ഇതും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റണം. ഇതിലേക്ക് ഞാൻ ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് അടച്ചു വെക്കാം. അതിനുശേഷം ഇതിലേക്ക് അല്പം തക്കാളി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കുക. പിന്നീട് ഇതിലേക്ക് 3 ചെറിയ പച്ചമുളക് അരിഞ്ഞതും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ നേരത്തെ ചേർത്തതായിരുന്നു, അത് വിട്ടുപോയതാണ്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ, കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ, 1/2 സ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ, ഇത് 2 കപ്പ് ചിക്കനാണ്, അതും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കുക. ഈ ചിക്കനിൽ നല്ലതുപോലെ തന്നെ മസാല പിടിക്കണം. ഈ ടൈമിൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഞാനൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ മസാല ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ പോളയ്ക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്. ഇത് നല്ലതുപോലെ തന്നെ അരിച്ചെടുക്കണം. ഇനി ഈ മൈദയിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ അരിച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യണം. ആ ബേക്കിംഗ് പൗഡറും മൈദയും കൂടി നന്നായിട്ട് തന്നെ യോജിക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചിടുക. മീഡിയം വലുപ്പമുള്ള മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊന്ന് അടിച്ചതിന് ശേഷം 1.5 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. പാല് ഞാൻ നേരത്തെ തിളപ്പിച്ചതാണ്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പാൽ എടുക്കാവുന്നതാണ്. പിന്നീട് ഇതിലേക്ക് ഓയിൽ ഒരു 3/4 കപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ തന്നെ മിക്സിയിലിട്ട് അടിക്കുക. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ ചേർത്ത് കൊടുക്കണം. അത് 2ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം പകുതി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. പിന്നീട് ബാക്കി പകുതിയും കൂടി ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ പോളയ്ക്ക് വേണ്ട ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം. ഈ കൺസിസ്റ്റൻസി വേണം ബാറ്റർ ഇരിക്കാനായിട്ട്. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കണം. അത് ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു. ഇനിയും ഒരു ദോശക്കല്ല് പ്രീഹീറ്റ് ചെയ്യണം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ. എന്നിട്ട് ഞാൻ ഇവിടെ കേക്ക് ടിന്നിലാണ് ഈ പോള റെഡിയാക്കുന്നത്. ആ ടിന്നിൽ എണ്ണ പുരട്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. അപ്പോൾ ഏകദേശം നമ്മുടെ മാവ് പൊങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മസാല, ചിക്കൻ്റെ മസാല ചേർത്ത് കൊടുക്കുക. ഈ മസാല പാത്രത്തിൻ്റെ സൈഡിലൊന്നും ആകാതെ വേണം വെച്ച് കൊടുക്കാനായിട്ട്, നടുവശത്തായിട്ട് വെച്ച് കൊടുക്കുക. പിന്നീട് ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട്
കാണാനൊരു ഭംഗിക്ക് മല്ലിയില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കൂ. ഒരു തക്കാളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ 35 മിനിറ്റ് കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കൻ പോള റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ആയോ നോക്കാനായിട്ട് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് നോക്കുക. സ്റ്റിക്കിൽ മാവുണ്ടെങ്കിൽ അതൊന്നുകൂടി 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ ഈ ചിക്കൻ പോള റെഡി ആയിട്ടുണ്ട്. ഇതൊരു ചൂടാറി കഴിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ചിക്കൻ പോള നല്ല സോഫ്റ്റാണ്. ചെറു ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നല്ലതുപോലെ തന്നെ പൊന്തിയും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈവനിങ് ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന, ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണിത്. ഇതിൻ്റെ ബാക്ക് വശമൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്